ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സൈക്കോളജിയുടെ ബാക്കി ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2022 കേട്ടോ. 2022 ഫെബ്രുവരിയിൽ നടന്ന കാറ്റഗറി 1 സൈക്കോളജി ആൻഡ് പെഡഗോഗി, ആ ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്ത ചോദ്യം, പാറ്റേൺ തയ്യാറാക്കൽ, ചോദ്യം ചോദിക്കൽ, പ്രശ്ന പരിഹരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ താഴെ കൊടുത്ത ഏത് തരം ബുദ്ധി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണെന്ന് കണ്ടെത്തുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പാറ്റേണുകൾ തയ്യാറാക്കുക, അല്ലേ? അതുപോലെ പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണോ, അതല്ലെങ്കിൽ ശാരീരിക ചലനപരമായ ബുദ്ധിയാണോ, ഭാഷ അതായത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആണോ, അതല്ലെങ്കിൽ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആണോ? തീർച്ചയായും ഈ പ്രോബ്ലം സോൾവിങ് എന്നൊക്കെ ഉള്ളത് അതൊരു മാത്തമാറ്റിക്കലും ലോജിക്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. ക്ലിയർ? ഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, അതിൻ്റെ ബേസിലാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങളത് പഠിക്കേണ്ടതാണ്. ഏത് കേട്ടറ്റ് എക്സാമിനും ചോദിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ കണ്ടെത്താം. പല ചോദ്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധി. ഇടപഴകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇടപഴകാൻ ഒരാൾക്കുണ്ടാവുന്ന കഴിവുകൾ, അത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ജേർണലിസ്റ്റുകൾ, പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇത്തരം ബുദ്ധിയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവരിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. ശാരീരിക ചലനപരമായ ബുദ്ധി, ഇപ്പോൾ ഡാൻസ് അതുപോലെ സ്പോർട്സിലൊക്കെ മികച്ചു നിൽക്കുന്നവർക്കുണ്ടാവുന്ന, അവർക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ഇൻ്റലിജൻസ് ആണ് ബോഡ്ലി കിനസ്തറ്റിക്. ഭാഷാപരമായ ബുദ്ധി, വേർബൽ, ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു ഭാഷയുമായി ബന്ധപ്പെട്ട വായന തുടങ്ങിയതൊക്കെ ഭാഷാപരമായ ബുദ്ധിയിലാണ് ഉൾപ്പെടുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ പ്രൈമറി ലോസ് ഓഫ് ലേണിംഗ് തോണ്ടയ്ക്ക്, ഉൾക്കാഴ്ച പഠനം ബ്രൂണർ, സാംസ്കാരിക പഠനം സോഷ്യോ കൾച്ചറൽ ലേണിംഗ് പിയാഷെ, കണ്ടെത്തൽ പഠനം വൈഗോട്സ്കി. ഏതാണ് ഇതിൽ ശരിയായത്? ഓപ്ഷൻ എ, പ്രാഥമിക, പ്രൈമറി ലോസ് ഓഫ് ലേണിംഗ്, പ്രാഥമിക പഠനം. തോണ്ടയ്ക്കിൻ്റെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ലോസ്, അത് തീർച്ചയായും പഠിക്കണം. പ്രൈമറി ലോസ് ഏതാണ്, സെക്കൻഡറി ലോസ് ഏതാണ്? ഇതിലുള്ള മറ്റുള്ള ചോദ്യങ്ങളൊന്ന് നോക്കിയാലും, മറ്റുള്ള ഓപ്ഷൻസുകൾ. ഉൾക്കാഴ്ച പഠനം ആരുടേതാണ്? ഉൾക്കാഴ്ച കൊഹ്ലറുടേതാണ്. ഓക്കെ. സാംസ്കാരിക പഠനം സോഷ്യോ കൾച്ചറൽ ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈഗോട്സ്കിയാണ് കേട്ടോ. വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ ലേണിംഗ്. അതുപോലെ കണ്ടെത്തൽ പഠനം ജെറോമസ് ബ്രൂണർ, നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രൂണറുടേതാണ് എന്ത്? ഡിസ്കവറി ലേണിംഗ്. തീർച്ചയായും ഇത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓപ്ഷനിൽ നിന്ന് മറ്റുള്ളതിൻ്റേത് കൂടി പഠിച്ചാൽ നമുക്ക് അടുത്ത എക്സാം വരുമ്പോൾ അത് എളുപ്പത്തിലും മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ചോദ്യം, പിയാഷെയുടെ അഭിപ്രായത്തിൽ ശ്രേണീകരണത്തിനും തരംതിരിക്കാനുമുള്ള കഴിവ് നേടുന്ന ഘട്ടം. ഈ ക്വസ്റ്റ്യനും ഏത് കേട്ടറ്റ് എക്സാമിനും ഇതിൽ നിന്നൊരു ചോദ്യം വരാറുണ്ട്. ഇതിൻ്റെ ഉത്തരം ഏതായിരിക്കും? ശ്രേണീകരണം, സീരിയേഷൻ, അതുപോലെ ക്ലാസിഫിക്കേഷൻ. ഒരു കുട്ടി ഇത്തരം കഴിവുകൾ നേടിയെടുക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? അത് ഉത്തരം പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, പ്രതിരൂപാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ്. ഏത് ഘട്ടത്തിലാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് കേട്ടോ. മൂർത്ത മനോവ്യാപാര ഘട്ടം. നിങ്ങൾ പിയാഷെയുടെ ഈ സ്റ്റേജുകൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ പിയാഷെയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സ്കീമ എന്താണെന്ന്, അക്കമഡേഷൻ, അസിമിലേഷൻ, ഈ 3 കാര്യങ്ങളും ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോവാവൂ. അടുത്ത ചോദ്യം, ബസ്സിൽ യാത്ര ചെയ്ത ദിനേശന് തൊട്ടടുത്ത സീറ്റിൽ നിന്നും ഒരു പേസ് കളഞ്ഞു കിട്ടി. അത് മറ്റാരും കാണാതെ പെട്ടെന്ന് തന്നെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ഈ പ്രവൃത്തി സിഗ്മണ്ട് ഫ്രോയിഡ് മുന്നോട്ട് വെച്ച ഏത് ആശയവുമായി ബന്ധപ്പെടുന്നു? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു പേസ് കളഞ്ഞു കിട്ടി, അയാൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് അയാൾക്ക് പണമുള്ളതല്ലേ, അതെടുക്കാൻ അദ്ദേഹത്തിന് തോന്നി. അപ്പം എന്നെ ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ പിയാഷെയുടെ അഹം, ഈഗോ, ഇത്,
അത്യഹം, അതുപോലെ അൺകോൺഷ്യസ്, ഇതിലേതുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ തീർച്ചയായും അതിൽ അൺകോൺഷ്യസ് എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം, അത് നമുക്ക് ഈ ഓപ്ഷൻ ശരിയാവില്ല. പിന്നെ അഹം, ഇത്, അതുപോലെ അത്യഹം, ആരായിരിക്കും അല്ലേ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്? നമ്മുടെ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ആരായിരിക്കും അത്? ഇതാണ് കേട്ടോ, ഇതാണ് അങ്ങനെയുള്ള താല്പര്യങ്ങളിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത്, ഇതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ പ്രത്യേക പരിഗണനയെ അർഹിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യത്തെ നിയമം ഏതാണ്? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, RTE ആക്ട്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്, മെൻ്റൽ ഹെൽത്ത് ആക്ട്. ഏതായിരിക്കും ആദ്യത്തേത്? ഉത്തരം ഡി ആണ്, മെൻ്റൽ ഹെൽത്ത് ആക്ട് ആകുന്നു. അടുത്ത ചോദ്യം, ടോറൻസിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? നമ്മൾ ക്രിയേറ്റിവിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ഘടകങ്ങൾ അല്ലേ, അതിൽ പെടാത്തത് ഏതാണ്? അഭിപ്രേരണ, മോട്ടിവേഷൻ, ഫ്ലുവൻസി, വാചാലത, പ്രോബ്ലം സോൾവിങ്, പ്രശ്ന പരിഹരണ ശേഷി, ഉൾക്കാഴ്ച, ഇൻറ്റ്യൂഷൻ. ഏതായിരിക്കും? അതിൽ തീർച്ചയായും നമുക്ക് ഉറപ്പിക്കാം അതേതാണ് ഉത്തരം? മോട്ടിവേഷൻ. അപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളിൽപ്പെട്ടതാണ് ഫ്ലുവൻസി, പ്രോബ്ലം സോൾവിങ്, ഇൻറ്റ്യൂഷൻ. അടുത്ത ചോദ്യം, അന്തർദൃഷ്ടി പഠനം അല്ലെ, നേരത്തെ പറഞ്ഞില്ലേ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, കൊഹ്ലറുടെ, അതിൻ്റെ പ്രക്രിയകളിൽ പെടാത്ത ആശയം ഏതാണ്? സമഗ്ര വീക്ഷണം, അംശങ്ങളിൽ നിന്നും സമഗ്രതയിലേക്ക്, ദൃശ്യക്ഷേത്രത്തിൻ്റെ പുനഃസംഘം എന്ന് പറഞ്ഞാൽ റീസ്ട്രക്ചർ ഓഫ് പെർസെപ്ച്വൽ ഫീൽഡ്, അതുപോലെ പെടുന്നനെയുള്ള പ്രശ്നപരിഹാരം, സഡൻ ഗ്രാസ്പ് ഓഫ് സൊല്യൂഷൻ ഓഫ് പ്രോബ്ലം. ഇതിൽ ശ്രദ്ധിക്കുക, നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഏതാണ് ഉത്തരം എന്ന് കണ്ടെത്താൻ പറ്റും. അംശങ്ങളിൽ നിന്നും സമഗ്രതയിൽ, അതായത് ഫ്രം പാർട്ട് ടു ഹോൾ അല്ലേ, ഫ്രം പാർട്ട് ടു ഹോൾ, ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഒരു സമഗ്രതയിലേക്ക് എത്തുന്നത് എന്തല്ല? ഈ ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങിൽ പെട്ടതല്ല. ക്ലിയർ? അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്നും അനുപൂരക വിദ്യാഭ്യാസം, കോമ്പൻസേഷൻ എഡ്യൂക്കേഷൻ നൽകേണ്ട വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ എഡ്യൂക്കേഷനിൽ നമ്മൾ ജനറലായിട്ടുള്ള പഠനത്തിൽ ചില കുട്ടികൾക്ക് പല കാര്യങ്ങളും കിട്ടാതെ പോകും. അപ്പോൾ അവർക്ക് പ്രത്യേകം എന്ത് ചെയ്യുക, എഡ്യൂക്കേഷനിൽ കോമ്പൻസേഷൻ എഡ്യൂക്കേഷൻ കൊടുക്കണം. അങ്ങനെ ഉള്ള വിഭാഗം ആരാണ്? സാമൂഹിക പ്രാതികൂല്യമുള്ള കുട്ടികൾ, സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻ. സാമൂഹിക പ്രാതികൂല്യമുള്ള കുട്ടികൾ, സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻ. പ്രതിഭാശാലികൾ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയൂലേ, അതുപോലെ സർഗപരതയുള്ള ക്രിയേറ്റീവ് ചിൽഡ്രന്. കുറ്റവാസനയുള്ള കുട്ടികൾ ആരായിരിക്കും? ഉത്തരം എ ആണ് കേട്ടോ, സാമൂഹിക പ്രാതികൂല്യമുള്ള കുട്ടികൾ, അതായത് ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻ, അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, പാഠപുസ്തകത്തിലെ പാത്രം കഴുകുന്ന അമ്മയുടെ ചിത്രം അല്ലേ, നമുക്ക് വീട്ടിലെ അമ്മയാണ് പാത്രം കഴുകേണ്ടത് എന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ ഇതിനെ പറയുന്ന പേരെന്താണ്? അത് ആ സ്റ്റീരിയോ ടൈപ്പ് എന്നുള്ള ആശയം തന്നെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. എന്താണ്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ലിംഗസ്ഥി രൂപം. ഇത് നിങ്ങൾ മലയാളം ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നും, എങ്കിലും ഇംഗ്ലീഷ് നോക്കിയാൽ മതി. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് അല്ലേ, ജെൻഡർ ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ജെൻഡർ ബിയാസോ ജെൻഡർ ഐഡൻറ്റിറ്റി ഒന്നും ഉൾപ്പെടുത്തേണ്ട, നമുക്ക് ഒരു സ്റ്റീരിയോ ടൈപ്പ് മനസ്സിൽ അല്ലേ, സ്ത്രീകളാണ് പാത്രം കഴുകേണ്ടത്, വീട് വൃത്തിയാക്കേണ്ടത് തുടങ്ങിയ കൺസെപ്റ്റുകൾ, അതിനാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് നമ്മൾ പറയാം. അടുത്ത ചോദ്യം, ഒരു വയസ്സുള്ള കുട്ടി തനിക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടം എടുക്കുന്നതിന് തൻ്റെ ശരീരം മുഴുവൻ അതിനടുത്തേക്ക് എത്തിക്കുന്നു. ഈ പ്രസ്താവന ഏത് വികാസ തത്വവുമായി ബന്ധപ്പെട്ടതാണ്? അതായത് ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നത് ശരീരം മൊത്തം ഉപയോഗിച്ച് എടുക്കുന്നതിന്, അതായത് അവൻ എന്താണ് അവിടെ ആദ്യം ചെറിയ കാര്യമില്ല, ആദ്യം മുഴുവൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ വികാസ തത്വങ്ങളിൽ ആദ്യം സ്ഥൂലമാണ്, പിന്നെ സൂക്ഷ്മമാണ്. ആ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഏതായിരിക്കും? ഉത്തരം ഡി. വികാസം സ്ഥൂലത്തിൽ നിന്നും ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് അല്ലേ, പാർട്ട്, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ പാർട്ട്, അതിന് മുമ്പ് ഹോൾ. അപ്പോൾ ഹോളായിട്ടുള്ള അല്ലേ, ഹോളിൽ നിന്ന് പാർട്ടിലേക്ക് പോകുന്നു. ഇതാണ് വികാസ തത്വങ്ങൾ. അപ്പോൾ ആ ഒരു തത്വമാണ് ഇവിടെ ആ കുട്ടിയുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത ചോദ്യം, പക്വ വ്യക്തിത്വം അല്ലേ, ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് വരുന്ന ഒരു വ്യക്തിയാണ് മെച്യൂർ പേഴ്സണാലിറ്റി, പക്വ വ്യക്തിത്വം. ഈ കൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ആരായിരിക്കും? ഉത്തരം ഡി ആണോ? അല്ല, ഉത്തരം സി, GW ആൽപോർട്ട്. ആൽപോർട്ടിൻ്റേതാണ് പക്വ വ്യക്തിത്വം എന്ന കൺസെപ്റ്റ്.
അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ നിന്നും സാമൂഹ്യ ജ്ഞാന നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കണ്ടെത്തുക. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് നോക്കൂ. ഉയർന്ന തലത്തിലുള്ള ചിന്ത, തീർച്ചയായും അല്ലെ, ഹയർ ലെവൽ തിങ്കിങ് നമ്മുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിയിൽ പെട്ടതാണ്. ആവർത്തനമാണ് പഠനം, റിപ്പീറ്റേഷൻ, തീർച്ചയായും അത് ഉൾപ്പെടുമോ സംശയമാണ് അല്ലേ. ചിന്തയെക്കുറിച്ചുള്ള ചിന്ത അല്ലെ, മെറ്റാകോഗ്നിഷൻ, ചിന്തയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുക. ഇതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് ചിന്തയെക്കുറിച്ചുള്ള ചിന്തക്ക് പറയുന്നത്? അടുത്തത് പര്യവേക്ഷണം, പരീക്ഷ, അതായത് എക്സ്പ്ലോറേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഇതൊക്കെ ഏതിൽപ്പെട്ടതാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പെട്ടതാണ്. എന്ത് ഉൾപ്പെടുന്നില്ല? ആവർത്തനം, റിപ്പീറ്റേഷൻ അതിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ അതില്ലാത്ത ഓപ്ഷൻ ഏതാ നോക്കൂ. 1 and 2, അതിൽ രണ്ടുമുണ്ട്. 1 and 3 അല്ലേ. അപ്പോൾ 1 and 2 പറ്റും അല്ലേ, അതിൽ 3 ഉൾപ്പെട്ടിട്ടില്ല ഓപ്ഷൻ എയിൽ. അപ്പോൾ 1 and 3 മാത്രം പോരാ. അപ്പോൾ ഏതായിരിക്കും? 1, 3, 4 അല്ലേ. 1, 3, 4 അതാണ് ശരി. കാരണം രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് പറ്റൂല, ഈ ഓപ്ഷൻ പറ്റൂല, അതുപോലെ ഈ ഓപ്ഷൻ പറ്റില്ല. പിന്നെ ഇതിൽ 1ഉം 3 അല്ലേ, 1ഉം 3ഉം മാത്രമേ ഉള്ളൂ, 4 ഇല്ല. അപ്പോൾ നമുക്ക് 4 കൂടിയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആലേഖന വൈകല്യം ശ്രദ്ധിക്കുക. ആലേഖന വൈകല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ഗ്രാഫിയ, എഴുത്തുമായി ബന്ധപ്പെട്ട. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഏതാണ്? എഴുതുമ്പോൾ വാക്കുകൾ പരസ്പരം മാറിപ്പോകുന്നു. അതിൽ ഉൾപ്പെടാത്തല്ലേ ചോദിച്ചത്. അപ്പോൾ ഇതിൽപ്പെടാം, എഴുത്തല്ല, ഇത് എഴുത്തുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ചില വാക്കുകൾ എഴുതുമ്പോൾ വിട്ടുപോകുന്നു, അതും എഴുത്തുമായി ബന്ധപ്പെട്ടതാണ്. തപ്പിയും തടഞ്ഞും വായിക്കുന്നു, ഇത് ശ്രദ്ധിക്കുക, വായിക്കുന്നു. ഇവയെല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പാടില്ല, കാരണം വായന ഉണ്ടല്ലോ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ കാതറിൻ എം ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ കുട്ടിയുടെ ജനന സമയത്തുള്ള വികാരം. കാതറിൻ എം ബ്രിഡ്ജസിനെ കുറിച്ച് പഠിക്കണം. ബ്രിഡ്ജസ് ചാർട്ട് അല്ലേ, ഇമോഷനുമായി ബന്ധപ്പെട്ട ബ്രിഡ്ജസ് ചാർട്ട് തീർച്ചയായും നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം നോക്കി പോകണം. അതിൻ്റെ ഒരു കുട്ടിയുടെ ജനന സമയത്ത് കുട്ടിക്കുള്ള ഇമോഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. സന്ത്രാസം, എക്സൈറ്റ്മെൻറ്റ്, ഇതാണ് ഉത്തരം കേട്ടോ, എക്സൈറ്റ്മെൻറ്റ്. ഒന്ന് പഠിച്ചു പോവാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത ബന്ധങ്ങളിൽ അസാമാന്യ ശിശുക്കൾ, എക്സെപ്ഷണൽ ചിൽഡ്രനെ കുറിച്ചുള്ള തെറ്റായ ജോഡി. അപ്പോൾ അവരെക്കുറിച്ച് ഏതാണ് തെറ്റായ ജോഡി? മന്ദപഠിതാക്കൾ. IQ 70 താഴെയുള്ളവരാണ് മന്ദപഠിതാക്കൾ എന്നാണ് പറയുന്നത്. അതുപോലെ ആത്മവിശ്വാസമുള്ളവരുമാണ് അവർ അല്ലേ, ആത്മവിശ്വാസമുള്ളവരുമാണ് അവർ എന്നാണ് പറയുന്നത്. IQ 70 താഴെ ആത്മവിശ്വാസമുള്ളവരാണോ? ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, കോൺഫിഡൻ്റ് ആണോ? ഓപ്ഷൻ ബി നോക്കൂ, പ്രതിഭാശാലികൾ. IQ 130 മുകളിൽ ഉയർന്ന നിലവാരം, അത് ശരിയാണ് അല്ലേ, അത് പറ്റും. മാനസിക മാന്ദ്യമുള്ളവർ, IQ 70 താഴെ, അതായത് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, പ്രത്യേക പരിചരണം വേണ്ടവർ, അതെ ശരിയാണ്. സർഗപരതയുള്ള കുട്ടികൾ മൗലികതയും പുതിയ ഉൾക്കാഴ്ചയും പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഏതായിരിക്കും? മന്ദപഠിതാക്കൾ. അവർക്ക് ആത്മ കോൺഫിഡൻ്റ് ആണോ? അല്ല. ഓക്കെ, 70 മുതൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 70 മുതൽ 85 വരെയാണ് എന്ത്, മന്ദപഠിതാക്കളുടെ കാറ്റഗറി. അതിന് താഴെ ആണ് മറ്റുള്ളവർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 70 താഴെ എന്നാണ് കൊടുത്തത്, കോൺഫിഡൻ്റ് ആണെന്ന് കൊടുത്തു. അപ്പോൾ ഇതാ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, അപ്പോൾ തെറ്റായ ജോഡി ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, എറിക്സൺ മുന്നോട്ട് വെച്ച സാമൂഹ്യ വികാസ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ ഊർജ്ജസ്വലത, അപകർഷത, അതായത് ഇൻഡസ്ട്രി ഓർ ഇൻഫീരിയറിറ്റി, ഈ ഘട്ടം, പ്രതിസന്ധി ഘട്ടം ഏത് പ്രായത്തിലായിരിക്കും? ഉത്തരം ഏതായിരിക്കും? 6 മുതൽ 12 വയസ്സ് വരെയുള്ള സമയം അല്ലേ. അതായത് 6 മുതൽ 12 വയസ്സ് വരെയുള്ള സമയമാണ് ഊർജ്ജസ്വലത അതല്ലെങ്കിൽ അപകർഷത വരുന്നത്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ, 1 മുതൽ 3 വരെ എന്നാ ശരിക്കും അല്ലേ. അതിനു മുമ്പ് 0 മുതൽ 1 വരെ, 1 വയസ്സ് വരെ ട്രസ്റ്റ് വിയസ് മിസ്ട്രസ്റ്റ്, അതായത് വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം. പിന്നീട് വരുന്നത് ഓട്ടോണമി അതല്ലെങ്കിൽ ഡൗട്ട്. അതിനുശേഷം വരുന്നതാണിത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻകൈയെടുക്കൽ, മുക്കുറ്റിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, മുൻകൈയെടുക്കൽ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറ്റബോധം വരും, കുറ്റബോധം. ഇതാണ് ഇതിൻ്റെ ഘട്ടം. അതുപോലെ 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ അല്ലേ, ഒരു ഇൻഫീരിയോറിറ്റി വരുന്നു, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം വരുന്നു. അതൊക്കെ 12 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ്. അതല്ലെങ്കിൽ ഐഡൻറ്റിറ്റി, ഇതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇത് തീർച്ചയായും പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം, മലയാളം വായിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടി അധ്യാപികയുടെ നിർബന്ധത്തിന് വഴങ്ങി വായന തുടങ്ങുകയും മികച്ച വായനക്കാരനാവുകയും ചെയ്തു. ഈ പ്രസ്താവന പഠനത്തെ സ്വാധീനിക്കുന്ന ഏത് ഘടകവുമായി ബന്ധപ്പെടുന്നു?
അപ്പോൾ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ താല്പര്യം, അല്ലേ, ആന്തരിക അഭിപ്രായം, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, അതുപോലെ ആറ്റിറ്റ്യൂഡ്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇതിലേതാണ് ടീച്ചറുടെ പ്രേരണയാൽ കുട്ടി വായിച്ചു തുടങ്ങുകയും ഉഷാറായി വായിക്കാൻ പഠിക്കുകയും ചെയ്യുന്നത്, നല്ല വായനക്കാരനായി മാറുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ? അല്ലേ, ബാഹ്യാഭിപ്രേരണ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കാരണത്താലാണ്. അടുത്ത ചോദ്യം, കവിതയ്ക്ക് ഈണം കണ്ടെത്തുന്ന പ്രവർത്തനം നൽകിയ അനു ടീച്ചർ ഗ്രൂപ്പുകളെ വിലയിരുത്തിയതിന് ശേഷം ചില ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്ത ഈണം കണ്ടെത്തുന്നതിനുള്ള നിർദ്ദേശം നൽകി. ആദ്യം ടീച്ചർ ഒരു പ്രവർത്തനം കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഗ്രൂപ്പുകളെ വിലയിരുത്തിയതിന് ശേഷം ചില ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്ത ഈണം കണ്ടെത്താനുള്ള ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ഇവിടെ എന്ത് വിലയിരുത്തലാണ് ചെയ്യുന്നത്? പഠനത്തെ വിലയിരുത്തുക, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇത് നമുക്കറിയാം, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഒരു അവസാനം എൻഡ് പ്രോഗ്രാമാണ്, എല്ലാം കഴിഞ്ഞിട്ട് ഉള്ളതാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇവിടെ പഠനത്തിന് ഇടയ്ക്ക് നടത്തുന്ന വിലയിരുത്തലല്ലേ, അപ്പോൾ നമുക്കതിനെന്ത് പറയാം? പഠനത്തിനായുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയാം. പിന്നെ ഒരു കുട്ടി സ്വയം തന്നെക്കുറിച്ച് തന്നെ ഉള്ള വിലയിരുത്തലിനാണ് നമ്മൾ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയാറുള്ളത്. അടുത്ത ചോദ്യം, കോൾബർഗിൻ്റെ സന്മാർഗിക വികാസ സിദ്ധാന്തത്തിലെ യാഥാസ്ഥികാനന്തര സദാചാര ഘട്ടം. അപ്പോൾ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റിൽ കുറേ ഘട്ടങ്ങളുണ്ട്. അതിൽ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി, അതിനോട് യോജിച്ച പ്രസ്താവന ഏതാണ്? സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു, അല്ലേ, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ അനുസരിക്കുന്നു. അല്ല, ഭാവിയിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുക, അല്ലെ, എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പെരുമാറുന്നു. അതുപോലെ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പെരുമാറുന്നു. സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യ നന്മക്കാണെന്ന് കരുതി പെരുമാറുന്നു. ഈ ഘട്ടം, അല്ലേ, ഇതിൽ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിൽപ്പെട്ടത് ഏതാണ്? സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യ നന്മക്കാണെന്ന് കരുതി പെരുമാറുന്നു. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. പരിസര പഠനത്തിൽ മനസ്സിലാക്കിയ ഒരാശയം ഗണിത പഠനത്തിന് സഹായിക്കുന്നില്ല. ഈ ആശയം ഏത് തരം പഠനാന്തരണ അതായത് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിന് ഉദാഹരണമാണ്? ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട്, പക്ഷേ നമ്മൾ ചെയ്തതിൽ ആദ്യമാണ് ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ തീർച്ചയായും ഇതിൽ ഓപ്ഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ഒരു പരിസര പഠനം, ഒരു വിഷയം പഠിച്ചപ്പോൾ അത് ഗണിത പഠനത്തിന് സഹായിക്കുന്നില്ല എന്നൊരാശയം. അപ്പോൾ ഇത് ഏത് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിന് ഉദാഹരണമാണ്? അതായത് ഉത്തരം എ, ശൂന്യ സംക്രമണം. ഏതാണ്? ശൂന്യ സംക്രമണം, സീറോ ട്രാൻസ്ഫറിന് ഉദാഹരണമാണ്. എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വിഷയം മറ്റൊരു വിഷയത്തിന് ഹെൽപ്ഫുൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സീറോ എന്ന് പറയാം. ഇനി ഒരു വിഷയം മറ്റൊരു വിഷയത്തിന് ഹെൽപ്ഫുൾ ആണെങ്കിൽ, ഇപ്പോൾ മാത്സ് പഠിച്ച് അത് ഫിസിക്സിന് ഉപകാരപ്പെടുന്നെങ്കിൽ, ഫിസിക്സിന് ഈ കൺസെപ്റ്റുകളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ മാത്സിൻ്റെ കാര്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പോസിറ്റീവ് ട്രാൻസ്ഫറാണ്. ഓക്കെ, അതാണ് അധിക സംക്രമണം. ഇനി നെഗറ്റീവ് ട്രാൻസ്ഫർ, ന്യൂന സംക്രമണം. അതായത് ഒരു വിഷയം മറ്റൊരു വിഷയത്തിന് പ്രയാസമുണ്ടാക്കുക. അതായത് ഒരു വിഷയത്തിലൊരു കാര്യം പഠിച്ച് അപ്പോൾ അത് മറ്റൊരു വിഷയത്തിലുള്ളതുമായി കണക്ട് ചെയ്യുമ്പോൾ അത് മറന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു പ്രയാസം സൃഷ്ടിക്കുന്നതുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഫർദർ ലേണിങ്ങിന് റെഫറൻസുകളൊക്കെ നോക്കുക. DLEDൻ്റെ പുസ്തകങ്ങളൊക്കെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും വരും. താങ്ക് യു.